ഹായ് ആൾ, മൈസെൽഫ് സർദാസ് ചേമ്പേഴ്സ്. ഇന്ന് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ അല്ല. പക്ഷെ നിങ്ങൾ പലരും ഇപ്പോഴെടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ നിങ്ങൾക്കൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കാര്യം. നമ്മളിപ്പോൾ കുറേ സ്റ്റുഡൻസിന്റെ പല ഇവന്റ്സിലും മീറ്റ് ചെയ്തു, കുറേ പേരോട് സംസാരിച്ചു. പലരും പറഞ്ഞ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു പ്ലാൻ, അവരുടെ വാട്ട് ഇസ് നെക്സ്റ്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞൊരു റീസൺ ആണ്, ഞങ്ങൾ ഒരു വർഷം ബ്രേക്ക് എടുക്കുക. അതായത് ഞങ്ങൾ ഒരു വർഷം ബ്രേക്ക് എടുക്കുക. സോ വാട്ട് ഈസ് ഇറ്റ് ഫോർ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ചുമ്മാ ഒരു വർഷം ബ്രേക്ക് എടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ട് കോഴ്സ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു 1 year ബ്രേക്ക് ഫാമിലി ബിസിനസ്സിലോ മറ്റോ ജോയിൻ ചെയ്യട്ടെ. അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുക. ഈ ഒരു ബ്രേക്ക് എടുക്കണം 1 year എന്നുള്ളത് മാത്രമേ കുട്ടികളുടെ കൺസെപ്റ്റിൽ അവർ പറയുന്നുള്ളൂ. അതിന്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല, നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല. പക്ഷെ നെഗറ്റീവ് സൈഡാണ് ഇതിൽ കൂടുതലുള്ളത്. ഒരു വർഷം ബ്രേക്ക് എടുക്കട്ടെ എന്നൊരു 12th കഴിയുന്ന ഒരു കുട്ടി പറയുമ്പോൾ ഒരു വർഷം ബ്രേക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ എൻട്രൻസ് കോച്ചിങ്ങിനാവാം, വിച്ച് ഇസ് ഗുഡ്. നല്ലൊരു സ്കോർ ചെയ്തിട്ട് MBBS തന്നെ വേണമെന്ന് വിചാരിക്കുന്ന കുട്ടികളിൽ എൻട്രൻസ് എഞ്ചിനീയറിംഗ് ഹൈ എൻഡ് കോഴ്സ് എടുക്കണമെന്ന് വിചാരിക്കുന്ന കുട്ടി ചിലപ്പോൾ 1 year ബ്രേക്കിന് അബ്സല്യൂട്ട്ലി ഫൈൻ. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഒരു 1 year ബ്രേക്ക് എടുക്കട്ടെ, അല്ലെങ്കിൽ ഈവൻ 12th കഴിഞ്ഞ കുട്ടികൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഈവൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്ക് MBBS വേണ്ട, ബട്ട് ദേ ആർ സ്റ്റിൽ പ്ലാനിങ് ഫോർ എ 1 year ഓഫ് ബ്രേക്ക്. ഒരുപാട് ഇഷ്യൂസ് ഉള്ളൊരു 1 year ബ്രേക്കാണ്. ഒരു റീസൺ നമുക്ക് അക്കാഡമിക് സെറ്റ് ബാക്ക് വരും. സെറ്റ് ബാക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ വരുന്നില്ല അതിലല്ലേ. അതായത് നമ്മൾ 12th കഴിഞ്ഞു, കണ്ടിന്യൂഷൻ നമ്മൾ ബാച്ചിലേഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ആ കണ്ടിന്യൂഷൻ നമുക്ക് നഷ്ടപ്പെടും. രണ്ടാമത്തെ കോമ്പറ്റീഷൻ കൂടും. ഈ വർഷം നമ്മൾ പാസ് ഔട്ട് ആയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും അടുത്ത വർഷം പാസ് ഔട്ട് ആകാൻ പോകുന്ന കുട്ടികളും, നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന സെയിം ഇയറോ അതിൽ സെയിം ഇയറിൽ നിങ്ങളുടെ ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ അടുത്ത വർഷത്തേക്ക് വരുന്നുണ്ട് ഇല്ലേ. ഈ വർഷം ഒരു 50,000 പിള്ളേർ പാസ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 50,000 75,000 പിള്ളേർ പാസ് ഔട്ട് ആവുന്നുണ്ട്. സോ കോമ്പറ്റീഷൻ ഇസ് ഗോയിങ് ടു ബി മോർ ഫോർ അക്കാഡമിക് സീറ്റ്സ് ആയാലും എന്ത് എൻട്രൻസ് ആണെങ്കിലും എന്താണെങ്കിലും കോമ്പറ്റീഷൻ കൂടി ഇല്ലേ. മൂന്നാമത്തത് കോസ്റ്റ് ഓഫ് ലിവിംഗും കോസ്റ്റ് ഓഫ് ഫീസും എക്സ്പെൻസ് എല്ലാം കൂടും. ഈ വർഷത്തെ ഫീസ് ആയിരിക്കില്ല അടുത്ത വർഷത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫീസ്, റിവൈസ്ഡ് ഫീസ് വരും. കോസ്റ്റ് ഓഫ് ട്രാവലിംഗ് എക്സ്പെൻസ് കൂടും. ഫ്ലൈറ്റ് കോസ്റ്റ് കാര്യങ്ങൾ എവിടെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് കോസ്റ്റ് കൂടും. ലോണിന്റെ ഇൻട്രസ്റ്റ് കൂടിയേക്കാം. പല കാര്യങ്ങളും ഒരുപാട് കോസ്റ്റ് ഓഫ് ലിവിംഗിലെ കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് നമുക്ക് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്തൊരു 1 year ഗ്യാപ്പ് ആവും. അതായത് നമ്മൾ പലരുടെ CV കണ്ടെടുത്താൽ CV നോക്കുവാണെങ്കിൽ അതിൽ മനസ്സിലാവും പലർക്കും 1 year ഗ്യാപ്പ്, അല്ലെങ്കിൽ 2 years ഗ്യാപ്പ്, 5 years ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇത് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇൻ ഫ്യൂച്ചർ വരുന്നുണ്ട്. അതപ്പോൾ ഒരു 1 year ഗ്യാപ്പ് നമുക്കൊരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാപ്പ് ഇയർ ആയിട്ട് അങ്ങനെ കിടക്കും. പിന്നെ വരുന്നത് ലോട്ട്സ് ഓഫ് പൊട്ടൻഷ്യൽ ഏർണിംഗ്സ്. നമ്മൾ ഒരു 1 year സെറ്റ് ബാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ 1 year നമ്മുടെ കരിയറിൽ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള 1 year നമ്മൾ കുറച്ചു അല്ലെ. ഒരു 1 year നേരത്തെ നമ്മൾ സെറ്റിൽ ആവേണ്ടത് നമ്മളായിട്ട് അത് മിനിമൈസ് ചെയ്തു. അങ്ങനെ ഒരു റിസ്ക് കൂടെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മുടെ കൂടെ ഓൾറെഡി പഠിച്ചിറങ്ങി നമ്മുടെ പിയേഴ്സ് ഓൾറെഡി നമ്മൾ നേരത്തെ സെറ്റിലായി, അല്ലെങ്കിൽ അവർ നേരത്തെ ഏൺ ചെയ്യാൻ തുടങ്ങി, അവർ നേരത്തെ ടു ദെയർ ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ കരിയർ ലൈഫിലോട്ട് അവർ മൂവ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഒരു 1 year ഗ്യാപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഫീൽ ചെയ്യില്ല എങ്കിലും ഇൻ ഫ്യൂച്ചർ ഉണ്ടാകാവുന്ന കുറേ ഡ്രോബാക്സ് ആണ്. സോ ഇഫ് യു തോട്ട് അബൌട്ട് എ 1 year of gap, rethink about it, because it will really definitely help you to make a better career future. Okay? Thank you so much.